ഹലോ, പറയൂ, ആരാ? നമ്മള് നമുക്കൊരു 5 സെന്റ് വസ്തു ഒരു വീടും ഉണ്ടായിരുന്നു, ഒന്ന് വിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു. എവിടാ? അവിടെ മൂത്തിയത്ത് ഇടവില്, നമ്മുടെ കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ്, കരുനാഗപ്പള്ളി പടിഞ്ഞാറ്, ശാസ്താനട അമ്പലത്തിന് തെക്ക്, മൂത്തിയത്ത് കടവ് ജംഗ്ഷനിലെ. കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ലാലാജി മുക്കിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന വഴി. അതെ 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 അതെ. ആ പാലം എത്തുന്നതിന് മുമ്പുള്ള വലത്തോടുള്ള വഴിയല്ലേ? അതെ അതെ, ശാസ്താനട അമ്പലത്തിന് തെക്ക്, മൂത്തിയത്ത് കടവ് ജംഗ്ഷനിൽ വരും. അത് ഓക്കെ ഓക്കെ. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എവിടായിട്ടാ ഇത് വരുന്നത്? ശാസ്താനട അമ്പലത്തിന് തെക്ക്. എന്ത് വിലഭാഗമുള്ളതാ? അത് നമ്മുടെ കായൽ സ്ഥലമാണ്, നല്ല ഇതായിട്ടുള്ള സ്ഥലമൊക്കെയാണ്. നമ്മളവിടെ താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം നമുക്ക് ഒരു അത്യാവശ്യം ഇത് കൊണ്ട് നമ്മളത് വിൽക്കാൻ നോക്കാനായിരുന്നു. ആണോ? അതല്ല, അത് എന്ത് വിലഭാഗം എത്രയാണോ ചോദിക്കുന്നത്? നമുക്ക് ഇത് 10 രൂപ നമുക്ക് വേണം അത്. 10 ലക്ഷം രൂപ അല്ലേ? അതെ അതെ. വീടുണ്ടോ അതിനകത്ത്? ആ, വീടുണ്ട്. 2 മുറിയും ഒരു ഹാളും, അടുക്കള നമ്മൾ സെപ്പറേറ്റ് ആണ്, ബാത്റൂം ഉണ്ട്. ആഹാ. പിന്നെ എങ്ങനെയാ അതിന്റെ വഴിയൊക്കെ എങ്ങനെയാ? വഴി ഓട്ടോ കയറി വരും. കാറ് കയറത്തില്ല? ആ, കാറും ഓട്ടോയും വരും. നമ്മൾ ഓട്ടോയിലാണ് വന്നിട്ടുണ്ടിരിക്കുന്നത്. കാറും കയറി വരും, അത്യാവശ്യം കയറി വരും. അത് ശരിയാ. വല്ല ബാധ്യതയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വസ്തുവിന്? ഇല്ലില്ല, ഒന്നുമില്ല. നമുക്കത് നമ്മുടെ താമസിച്ചോണ്ടിരുന്നായിരുന്നു. നമുക്കിപ്പം വേറെ ഭർത്താവിന്റെ നാട്ടിലോട്ട് പോകേണ്ടി വരുന്നത് നമ്മളിത് വിൽക്കാൻ നോക്കുക. ഇപ്പൊ താമസമില്ലാതെ കിടക്കുവാണോ? ആ, ഇപ്പം 3-4 മാസം കൊണ്ട് അത് ഇങ്ങനെ വെറുതെ കിടക്കുവാണ്. അത് ശരിയാ. അപ്പൊ നമ്മുടെ മാത്രം പേരിലുള്ള വസ്തുവാണോ അത്? അതെ അതെ, നമ്മുടെ വസ്തു തന്നെ. ആ, കായലിനോട് ചേർന്നാണോ? അതെ അതെ, കായൽ അരൂര് തന്നെ നമ്മുടെ വീട്. നമ്മുടെ കരുനാഗപ്പള്ളി 2-2.5 കിലോമീറ്ററല്ലേ ഉണ്ടാവത്തുള്ളത്? അതെ 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 അതെ. ആ, ഓക്കെ. ടൗണിൽ നിന്ന് അവിടെ പള്ളി, സ്കൂള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആൾക്കാർ ചോദിക്കുമ്പോഴേ പറയാൻ വേണ്ടിട്ടേ. ഉണ്ട്, സ്കൂളുണ്ട്, പള്ളിയുണ്ട്, 2 LP സ്കൂളും ഉണ്ട്, UP സ്കൂളും ഉണ്ട്. ഒരുപാട് ദൂരം ഉണ്ടോ അത്? ഇല്ല, കുറച്ച് അടുത്ത് തന്നെ, നമുക്ക് നടന്നു പോകാനുള്ള എല്ലാ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ തന്നെ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ആണോ? ജംഗ്ഷനുണ്ട്. നമ്മുടെ ഒരു നല്ലൊരു ജംഗ്ഷനൊക്കെ ഉള്ളതാണ്. ആ, ഈ 10 ലക്ഷം രൂപ എന്നുള്ളത് ലാസ്റ്റ് ആണോ, അതോ അത് വില കുറച്ച് കൊടുക്കുവോ? ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യാം. ആൾക്കാർ വന്ന് കണ്ടിട്ടല്ലേ? ഞാൻ എന്തായാലും ഒന്ന് പോയി കാണട്ടെ. ഈ വഴി അങ്ങോട്ട് പോകുമ്പോഴേ അവിടെ ഒരു പിന്നെ അമ്പലവും ഒരു വലിയ പാലയൊക്കെ നിൽക്കുന്നിടത്ത് ഇടത്തോട്ട് പോകുന്നതല്ലേ? അതെ അതെ അതെ, അങ്ങ് അറ്റത്ത് കാരണം കായലിന്റെ സൈഡിൽ തന്നെ, കായലിന്റെ അരുവിന് തന്നെ. നമ്മൾ കായലിന്റെ അരുവെന്ന് പറയുമ്പോൾ വെള്ളം കയറുവോ? ഇല്ലില്ല, വെള്ളം കയറത്തൊന്നുമില്ല. നമ്മളവിടെ 10-15-20 വർഷം കൊണ്ട് അവിടെ താമസിച്ചോണ്ടിരുന്നു. വെള്ളമൊന്നും കയറത്തില്ല. അതിനനുസരിച്ച് വെള്ളം, നമ്മുടെ വീട്ടിലെ വെള്ളം തന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഓടയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ? ഇല്ലില്ല, ഒന്നുമില്ല. ഇതുവരെ ഒരു കുഴപ്പമൊന്നും കയറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വെള്ളം നിൽക്കത്തതും, നമ്മുടെ വീട്ടിൽ മഴ ചെയ്ത വെള്ളം നിൽക്കത്തതും ഇല്ല. പെട്ടെന്ന് അങ്ങ് കായലോട്ടങ്ങ് ഒലിച്ചു പോകും. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കുമല്ലോ അത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒത്തിരി ബോട്ട്, ആൾക്കാരൊക്കെ വൈകിട്ട് മീൻ പിടിക്കാനും ഞണ്ടിനെ പിടിക്കാനും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് വള്ളത്തിന്. പിന്നെ ഹൗസ് ബോട്ടൊക്കെ വന്ന് നമ്മുടെ സൈഡിലാണ് വന്ന് കിടക്കുന്നത്. അത് ശരിയാ. നല്ല നല്ല സ്ഥലം. പക്ഷെ നമുക്കവിടെ ഭർത്താവിന്റെ നാട്ടിലോട്ട് പോകേണ്ടി വന്നതുകൊണ്ട് നമ്മളത് കൊടുക്കുവാണല്ലേ? അപ്പൊ എന്തായാലും നോക്കട്ടെ. നമ്മുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി? എൻ്റെ ഒരു ഫ്രണ്ട്സ് തന്നെയാണോ? ആ, അത് ശരിയാ. എന്തായാലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണിക്കാം. അപ്പൊ ആൾക്കാർ എന്തായാലും ഈ ആൾക്കാർ ഷെയർ ചെയ്യുകയും കമന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് നടക്കും പെട്ടെന്ന് കേട്ടോ. നമ്മള് സാധാരണ വീഡിയോ ഇട്ടാണ് ഇങ്ങനെയൊക്കെ വിൽക്കുന്നത്. ഇപ്പൊ ചെറിയ വസ്തുവല്ലേ, വലിയ വിലയൊന്നും ഇല്ലല്ലോ. 10 ലക്ഷം രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ. എന്നല്ലേ ഇതുപോലെ സാധാരണക്കാരെങ്കിലും ആയിരിക്കും വന്ന് വാങ്ങിക്കുന്നതേ. അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കേട്ടോ? എന്തായാലും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. വീഡിയോ ഇട്ടിട്ടേ വിളിച്ച് പറയാം കേട്ടോ. ശരി. പേരെന്തായിരുന്നു? എൻ്റെ പേര് സരിത. ഓക്കെ സരിത.